ഇപ്പോഴും ഈ ചൂരൽമല ഭാഗത്ത് ദുരന്ത മേഖലയ്ക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന പഴയ വില്ലേജ് റോഡ്? ഞങ്ങൾ ഈ കൊയിനാക്കുളം റോഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ പ്രളയത്തിൽ ഇവിടുന്ന് മാറ്റി താമസിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ 6 മാസം നിന്നപ്പോൾ 6 മാസം ഞങ്ങൾക്ക് വാടക തന്നു. അതിൻ്റെ ശേഷം ഇപ്പോൾ അവർ പറഞ്ഞു വാടക ഒന്നും തരില്ല, നിങ്ങൾ ദുരന്തബാധിതരല്ല എന്ന് പറഞ്ഞു. ദുരിതബാധിതരല്ല, നിങ്ങൾ അവനവൻ്റെ വീട്ടിൽ പോയിക്കളെന്ന് പറഞ്ഞു. ഇപ്പോൾ കാറ്റും മഴയും വന്നിട്ട് വീടിൻ്റെ മുകളിൽ കവുങ്ങും മരവും തെങ്ങും ഒക്കെ വീണ് കിടക്കുകയാണ്. വാടക വീട്ടിൽ ഞങ്ങൾ ഇനി പോകാൻ കാത്തിക്കാണ്. ഇപ്പോൾ വാടക വീട്ടിൽ എടുത്ത് പോയി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ഇനി വാടക വരി തരുമെന്നുള്ള അറിയില്ല. പണിയൊന്നുമില്ല. ഏകദേശം 67 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഈ 9,000 കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഈ ഡെയിലി 9,000 ഇപ്പം കിട്ടുന്നില്ല, അല്ല മാസം 9,000 രൂപ കിട്ടുന്നില്ല. അവർക്ക് പറ്റിയ ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളവർ. ഞങ്ങൾ ജൂലൈ 30 ഉരുൾപൊട്ടിയതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറ്റിയതാണ്. ക്യാമ്പിൽ 15 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആഗസ്റ്റ് 15-നാണ് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് മാറ്റുന്നത്. അവിടുന്ന് ലെറ്റർ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചോളി, നിങ്ങൾക്ക് സർക്കാർ വാടക തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാടകയ്ക്ക് പോയി. 6 മാസം വാടക കിട്ടി. ഇപ്പോൾ വാടകയും തരുന്നില്ല. ഇപ്പോൾ ഈ ദുരന്തബാധിതരുടെ പട്ടികയിൽ നിങ്ങളില്ല? ഇല്ല, പട്ടികയിലുമില്ല. ഞങ്ങൾക്ക് വാടകയും കിട്ടുന്നില്ല. ഇപ്പൊ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം വാടക കൊടുക്കാൻ. അതുപോലെ തന്നെ 9,000 രൂപയും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 17 വീട് അവിടെ ഉണ്ട്. ഈ 17 വീടുകാർ ഇപ്പം മാറി താമസിച്ചു. മെഞ്ഞാന്ന് മുതലൊക്കെ പോലും ഈ പോയി കഴിഞ്ഞിട്ട് എവിടെ ഞങ്ങൾ താമസിക്കുക എന്നുള്ളത് ഒരു പിടുത്തം കിട്ടില്ല. ഇപ്പോൾ റോട്ടിൽ നായ്ക്കൾ അല്ലെങ്കിൽ മാതിരി അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാടക വീടിനുള്ള സംവിധാനം സർക്കാർ ചെയ്തു തരുവും വേണം. അതിനുള്ള പൈസ ഞങ്ങൾക്ക് മാസം കയറ്റി തരുവും വേണം. പിന്നെ ഒരു കാര്യം കൂടെ പറയണമെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം കൂടപ്പുറപ്പുകൾ എല്ലാവരും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ഇനിയൊരു ദുരന്തം വരാൻ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേമാതിരി മാധു, ഇത് ദുരന്ത ബാധിത മേഖലയ്ക്ക് നമ്മൾ കണ്ടത് ഈ വാടക കിട്ടാത്തതിനുള്ള പ്രതിഷേധമൊക്കെ. അപ്പൊ അതിനുശേഷം ഇടപെടലൊന്നും ഉണ്ടായില്ലേ? ഇപ്പൊ ഈ അപകട മേഖലയ്ക്ക് പുറത്തുള്ളവരോട് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാൻ അങ്ങനെ സർക്കാർ ഔദ്യോഗികമായിട്ടൊരു നിർദ്ദേശം കൊടുത്താണോ? ദിവിഷ്, അതിൽ വ്യത്യാസമുണ്ട്. അത് ഈ പട്ടികയിലുള്ള 1000-ലധികം ആളുകൾ ഈ പട്ടികയിൽ വാടക ലഭിക്കുന്നവരുണ്ട്. അതായത് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, സ്കൂൾ റോഡൊക്കെ താമസിച്ചിരുന്ന ആളുകൾ. ഇവർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവർ പഴയ വില്ലേജ് റോഡ്, അതുപോലെ ഈ ബേലിപ്പാലത്തിന് അക്കരെ ചൂരൽമല ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്. അതായത് നേരിട്ട് അവരുടെ വീടുകളിലേക്കൊന്നും ഉരുൾപൊട്ടലിന്റെ പ്രശ്നം എത്തിയില്ല. പക്ഷേ ദുരന്തം ബാധിച്ചവർ, ഇതെല്ലാം നേരിട്ട് കണ്ടവർ, ജീവിതമാർഗം നഷ്ടപ്പെട്ടവർ, ജീവനോപാധി നഷ്ടപ്പെട്ടവരൊക്കെയാണ്. അവരൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ ദുരന്തബാധിതരുടെ അന്തിമ പട്ടികയിൽ അവരില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വീട്ടുവാടകയും ഈ ദിനബത്തയൊക്കെ നിഷേധിക്കുന്നത്. പക്ഷെ അവരാവശ്യപ്പെടുന്നത് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല. നേരിട്ട് അവരുടെ വീട് തകരുകയോ അല്ലെങ്കിൽ നേരിട്ട് അവരുടെ വീടുകളിൽ നിന്ന് ആളുകളെ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവരെ ദുരന്തബാധിതരായി തന്നെ കണക്കാക്കണം എന്ന ആവശ്യമാണ് ഈ ആളുകളും ഉന്നയിക്കുന്നത്. ഈ അവസാനത്തെ ഒരു സോർട്ടിങ്ങിന് ശേഷം ഒഴിവാക്കപ്പെട്ട ആളുകളാണ് ഇവർ. അതായത് ദുരന്തബാധിതരുടെ പട്ടികയിൽ നിന്ന് മാറ്റപ്പെട്ട ആളുകളാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അവർക്ക് ആദ്യഘട്ടത്തിൽ അവർക്കും വാടകയും ദിനബത്തയും നൽകിയിരുന്നു. പിന്നീട് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അതിനെതിരെ ആണ് അവർ സംസാരിച്ചത്. അല്ല, ഈ സർക്കാർ സഹായം വേണമെന്ന് അവർ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ്? അവർക്ക് വീടുകൾക്ക് കേടുപാടുകളില്ല എങ്കിൽ എന്തുകൊണ്ടാണ് വാടക വീടും അതിനനുസരിച്ചുള്ള റെന്റും സർക്കാർ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താണ് കമൽ? പിന്നെ മാധു, ഈ ദുരന്ത മേഖലയ്ക്ക് തൊട്ടടുത്താണ്. മഴ പെയ്യുമ്പോൾ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ പേടിയാണ്. ആ ദുരന്തം നേരിട്ട് കണ്ട ആളുകളാണ്. തൊട്ടടുത്ത കുന്നിൻ മുകളിലൊക്കെയുള്ള വീടുകളാണ്. മാത്രമല്ല അതിന് ഇപ്പുറത്തുള്ള ആളുകളൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഏതാനും കുടുംബങ്ങൾ മാത്രം അവിടെ താമസിക്കേണ്ടി വരുമ്പോൾ, ശക്തമായ മഴ വരുമ്പോൾ അവർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അവർ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ വാടക വീടുകളിലേക്കൊക്കെ മാറുകയാണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള, അതായത് ഈ വിദഗ്ധ സമിതി ഒരു വര വരച്ച് ദുരന്തബാധിത മേഖല അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറത്തുള്ള ആളുകളാണ് പറയുന്നത് തങ്ങളെ കൂടി ഈ ദുരന്തബാധിതരായി പരിഗണിക്കണം എന്ന ആവശ്യമാണ് അപ്പുറത്തുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. ശരി, അത് വ്യക്തമാണ് കമൽ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത വേണ്ടതുണ്ട്, അല്ലെ? നിലവിൽ ഈ പട്ടികയിലുള്ളവർക്ക് തന്നെ വാടക കിട്ടാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടായത്. അപ്പോൾ പട്ടികയ്ക്ക് പുറത്തുള്ളവർക്ക് സ്വാഭാവികമായിട്ടും കിട്ടാനുള്ള സാഹചര്യം നമുക്ക് ഒരു തരത്തിൽ ഉറപ്പ് പറയാം. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട്, അതായത് തിരുവനന്തപുരത്ത് പെയ്യുന്ന മഴയുടെ കണക്ക് വെച്ച് നമുക്ക് വയനാട്ടിലെ മഴയെ അളക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് കൺമുന്നിലൊരു വലിയ ദുരന്തം കണ്ട മനുഷ്യർക്ക് ആ വീടുകളിൽ കഴിയുന്നതിനും മാനസികമായ ബുദ്ധിമുട്ടുകളും ഭയപ്പാടും ഒക്കെ ഉണ്ട്. അത് ഒരു തവണയെങ്കിലും ചുരൽമല ആ ഭാഗത്ത് പോയവർക്കറിയാം അവിടുത്തെ സ്ഥിതിഗതികൾ എത്രത്തോളം ഭയാനകമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ. എന്തെങ്കിലും ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആകാവുന്നതുമാണ്.